നമസ്കാരം കൂട്ടുകാരെ. സൈക്ലോയിലുള്ള റൈഡ് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തുമ്പോൾ കണ്ട കാഴ്ച സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. വൈകിട്ട് ഹോട്ടലിൽ നിന്നും പുറത്തു പോകുമ്പോൾ കണ്ട കാഴ്ചയേ അല്ല തിരിച്ചു വന്നപ്പോൾ കേട്ടോ. തൊട്ടടുത്ത ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു റോബോട്ട് ഡാൻസ് ചെയ്യുന്നു. എന്നും പാട്ടും ബഹളവും മാത്രം. ഹോട്ടലിന് പുറത്തുള്ള റോഡുകൾ മുഴുവനായും തന്നെ ആളുകളെ കൊണ്ടും കച്ചവടക്കാരെ കൊണ്ടും നിറഞ്ഞു കവിഞ്ഞു. നോക്കത്താ ദൂരത്തോളം ഫുഡ് സ്റ്റോൾസ്. അതാണ് കേട്ടോ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാഴ്ച. ചേഴ്സ് കൊണ്ടും ആളുകളെ കൊണ്ടും നിറഞ്ഞ വീതികൾ. ഏകദേശം 8:30 ആയിട്ടുണ്ടാവും ആ സമയത്തെ കാഴ്ചയാണിത്. എന്താ പറയേണ്ടതെന്നറിയില്ല, അതുപോലെ സർപ്രൈസ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു കാഴ്ച. വൈകിട്ട് ഹോട്ടലിൽ നിന്ന് പോകുമ്പോൾ ആ തെരുവീതികൾ നോർമൽ ഷോപ്സ് കൊണ്ട് നിറഞ്ഞ ഒരിടമായിരുന്നു. രാത്രി എത്തുമ്പോൾ കണ്ട കാഴ്ച ഓർക്കുമ്പോൾ തന്നെ അത്ഭുതമാണ് കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. നമ്മുടെ നാട്ടിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് തോന്നുന്ന വിധത്തിലുള്ളൊരു കാഴ്ച തന്നെയാണത്. എല്ലാ സൈഡിലുള്ള റോഡ്സും ബ്ലോക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ ഫുഡ് സ്റ്റോൾസ് ഇവർ ഓപ്പൺ ചെയ്യുന്നത്. ഇത് എല്ലാ ദിവസവും ഇങ്ങനെയുണ്ടോ എന്നറിയില്ല. വിയറ്റ്നാമിലെ ആളുകൾ മാത്രമല്ല കേട്ടോ, പുറത്തുള്ള മിക്കവാറും എല്ലാ കൺട്രീസിലെയും ആൾക്കാരുണ്ടായിരുന്നു അവിടെ, ഇന്ത്യൻസ് ഉൾപ്പെടെ. ഞങ്ങളെത്തിയത് ഒരു സാറ്റർഡേ ആയിരുന്നു. ആ സാറ്റർഡേ സൺഡേ മാത്രമുള്ളൂ അല്ലെങ്കിൽ സാറ്റർഡേ മാത്രമുള്ളൂ അത് അറിയില്ല കേട്ടോ. എന്തായാലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. ബിയർ ഇവിടെ കോമൺ ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലേഡീസും ജെൻസും എല്ലാവരും തന്നെ ബിയർ കഴിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ബിയറും കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഫുഡും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കുറച്ച് സൂപ്പ് കഴിച്ചു. അങ്ങനെ സൂപ്പ് എന്ന് പറഞ്ഞാൽ കുറേ കൂടുതലും ലീഫി വെജിറ്റബിൾസാണ് ഇവരുടെ സൂപ്പിൽ അവർ ഇടുന്നത്. മെയിനായിട്ട് ഇവിടെ പോർക്കാണ് കേട്ടോ. ബീഫും ഉണ്ട്, ചിക്കനും ഉണ്ട്. മെനു കാർഡ് നോക്കി പിക്ചർ നോക്കി എല്ലാമാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം ഹോട്ടലിൽ തന്നെ ആയതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ അത്ര വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല കേട്ടോ. ബൊഫെ ആയതുകൊണ്ട് ആവശ്യമുള്ളത് നമുക്ക് കഴിച്ചാൽ മതിയല്ലോ. യൂറോപ്യൻസ് കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആവിയിൽ പുഴുങ്ങിയ വെജിറ്റബിൾസും പലതരം ഫ്രൂട്ട്സും സാലഡ്സും എല്ലാം ഉണ്ടാവും എന്നും മെനുവിൽ. സൂപ്പ് കഴിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളവും പാട്ടും എല്ലാം. നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ തെരുവിലുള്ള എല്ലാവരും തന്നെ, അറിയാത്തവരും അറിയാവുന്നവരും എല്ലാവരും അദ്ദേഹത്തെ വിഷ് ചെയ്തിട്ട് പോകുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു കേട്ടോ, ഈ ഒരു കസ്റ്റം നമുക്കും സ്വീകരിക്കാവുന്നതാണല്ലേ. ഫുഡിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് മസാജിങ് പാർലേഴ്സാണ് കേട്ടോ. എല്ലായിടത്തും ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. സ്പാ, മസാജിങ് എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നിറയെ ഷോപ്സാണ് കേട്ടോ. അവിടെയും ധാരാളം ആൾക്കാരുണ്ട്. പല രൂപത്തിലുള്ള, പല നിറത്തിലുള്ള, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഒരിക്കലും ഇനി ഇവരെ കണ്ടുമുട്ടണമെന്നില്ല അല്ലേ. കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, തിരിച്ചറിയില്ല. അത്ഭുതമാണല്ലേ ഓരോ യാത്രകളും സമ്മാനിക്കുന്ന അനുഭവങ്ങൾ. അതുകൊണ്ട് തന്നെ യാത്രയോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. വിവിധ തരം ഫുഡ്, മനോഹരമായ സ്ഥലങ്ങൾ, സംസാരിക്കുന്ന വളരെ കുറച്ച് ആളുകൾ, മുഖങ്ങൾ പോലും ഓർമ്മയില്ലാത്ത കുറേ അധികം ആളുകൾ, ഒരിക്കൽ മാത്രം കണ്ട് അടുത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന, മറഞ്ഞു പോകുന്ന വളരെയധികം മുഖങ്ങൾ. ഒരു പക്ഷേ അല്ല, ഒരിക്കലും തന്നെ ഈ സെയിം ഹോട്ടലിൽ വന്ന് താമസിച്ചാൽ പോലും ഇതേ ആളുകളെയോ ഇതേ കച്ചവടക്കാരെയോ ഒന്നും തന്നെ വീണ്ടും കാണാൻ കഴിയില്ല. കഴിഞ്ഞതൊന്നും തന്നെ ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ അല്ലേ. ഓരോ യാത്രയിലെയും മനോഹരമായ കാഴ്ചകൾ ഒരു ഓർമ്മക്കുറിപ്പായി സൂക്ഷിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും ഈ ചിന്ത തന്നെയാണ് കേട്ടോ. ഈ ദിനങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊരു തിരിച്ചറിവ്. നാളെ രാവിലെ ദനാങ്ങിലേക്കാണ് കേട്ടോ യാത്ര. വിയറ്റ്നാമിൻ്റെ സെൻട്രൽ പാർട്ടാണ് കേട്ടോ ദനാങ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ കറക്കം അവസാനിപ്പിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.